സാധാരണക്കാരുടെ ആശയ കേന്ദ്രമായ മെഡിക്കൽ കോളേജിനെ പോലും ഈ അവസ്ഥയിലാക്കിയ സർക്കാരിനെ ജനങ്ങൾ ചുമന്നു മാറ്റുമെന്ന് ഷാഫി പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയ പോസ്റ്റ് പിൻവലിപ്പിച്ചു. പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ അവസാനത്തെ വാചകം, ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം എന്നുള്ളത്, ഞാൻ ഡോക്ടറായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല, ഞാൻ അതിന്റെ യൂറോളജിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല, ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ, സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാളെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ പറയിപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് കേരളത്തെ നയിച്ച ഈ ഭരണകൂടത്തെ ചുമന്ന് മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ്. പോരാളി ഷാജി പോലും പറയാത്ത രീതിയിൽ CPM-നെ നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷവും ന്യായീകരിച്ചൊരു ഡോക്ടറിന് ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നെങ്കിൽ